hi dear friends, welcome to yet another session of Mission Bank. Yes. അപ്പോൾ മിഷൻ ബാങ്കർ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ്റെ കാര്യം നമ്മൾ പറയുമ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കെമിസ്ട്രി പേപ്പറാണല്ലേ. അപ്പോൾ കെമിസ്ട്രി പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നുള്ള വെരി ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അതിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഹോൾ ചാപ്റ്ററിന് നമുക്കൊരു 5 to 6 പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കുറേ കുഞ്ഞു കാര്യങ്ങളാണ്, ഭയങ്കര ബേസിക്കായ നമ്മുടെ സ്കൂൾ ലെവലിലൊക്കെ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ ജസ്റ്റ് നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്ത് പോയി അല്ലേ. യെസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷനിൽ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് നമ്മുടെ ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലായാലും അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം അല്ലേ. യെസ്. അപ്പോൾ നമുക്ക് നോക്കി തുടങ്ങാം നമ്മുടെ രണ്ടാമത്തെ പാർട്ട്. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് എന്താണെന്ന് വെച്ചാൽ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. രണ്ടാമത്തെ പാർട്ട് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. യെസ്, ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ട്. അപ്പോൾ എന്താണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്? അപ്പോൾ എന്താണ് ഈ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്നുള്ള ഈ ഒരു എന്താ പറയുക ഈ ഒരു ഹെഡിങ്ങിൻ്റെ താഴെ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? നമ്മൾ 5 ലോസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 5 ലോസിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. അതായത് കുറേ എലമെൻറ്റ്സ് ഇല്ലേ നമുക്കറിയാം. നമ്മൾ കെമിസ്ട്രിയിൽ ഡീൽ ചെയ്യണത് എന്താണ്, നമ്മൾ ഒരു മാറ്ററിൻ്റെ ഒരു കെമിക്കൽ കോമ്പോസിഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻസിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കെമിസ്ട്രി എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഡീൽ ചെയ്യണമെന്ന് നമ്മുടെ ഫസ്റ്റ് ഈ ഒരു കെമിസ്ട്രിയുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യേണ്ടത്. 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യണം. അപ്പോൾ ഈ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യണ സമയത്തിൽ ആ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ കമ്പൈൻ ചെയ്യണ സമയത്ത് അത്തരം റിയാക്ഷൻസിനെ ഗവേൺ ചെയ്യണ ഈ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ റൂൾസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ താഴെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ കുറേ എലമെൻറ്റ്സ് കൂടി കോമ്പൗണ്ട് ഫോം ചെയ്യണ സമയത്ത് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ എന്താ പറയുക ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ എന്തൊക്കെ ലോസ് ആണ് ഫോളോ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ പഠിക്കണം. മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 5 റൂൾസാണ്. ഈ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ നമ്മൾ എന്താണ് പഠിക്കണം? നമ്മൾ 5 റൂൾസാണ് നമ്മൾ പഠിക്കുന്നത്. ഈ 5 റൂൾസ് 5 rules that govern a chemical reaction. 5 rules that govern a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനെ ഗവൺ ചെയ്യണ 5 റൂൾസ് ആണ് നമ്മൾ ആക്ച്വലി ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൻ്റെ താഴെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ലോ ഏതൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് ആദ്യം നമുക്ക് 5 ലോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് അതിൽ 1 by 1 ആയി നമുക്ക് നോക്കി തുടങ്ങാം. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നുള്ളതാണ് എന്ത് നമ്മുടെ വെരി ഫസ്റ്റ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണ ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. യെസ്. ഇനി രണ്ടാമത്തെ ലോ ആണ് നമ്മൾ പറയുമ്പോൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ് നമ്മൾ രണ്ടാമത്തെ, ഒന്നെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. യെസ്. ഇനി മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. യെസ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ് നമ്മുടെ മൂന്നാമത്തെ ലോ. അതേപോലെ നാലാമത്തെ ലോ ആണ് ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോള്യൂംസ്. ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോള്യൂംസ് ആണ് നമ്മുടെ എന്ത് നാലാമത്തെ ലോ. അതേപോലെ അഞ്ചാമത്തെ ലോ ആണ് അവോഗാഡ്രോസ് ലോ. അഞ്ചാമത്തെ ലോ ആണ്
അവോഗാഡ്രോസ് ലോ. ഇങ്ങനെ അതേപോലെ നമ്മൾ വേറൊരു കാര്യം കൂടെ ഡിസ്കസ് ചെയ്യും, ഡാൽട്ടൺസ് അറ്റോമിക് തിയറി. ഡാൽട്ടൺ എന്ന് പറയുന്ന ആളുടെ അറ്റോമിക് തിയറിയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ താഴത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 ലോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. നമ്മൾ എൻട്രൻസ് എക്സാമിനേഷനിലെ കാര്യം നമ്മൾ പറയുമ്പോൾ ബോർഡ് എക്സാമിലായാലും അങ്ങനെയാണ്. ഈ ഒരു സെക്ഷനിൽ നിന്ന് ഇപ്പോൾ ബോർഡ് എക്സാമിൽ ചില സമയത്ത് ഡയറക്റ്റായിട്ട് ഈ ലോ എന്താണ്, അല്ലെങ്കിൽ ഈ ലോ പ്രപ്പോസ് ചെയ്തത് ആരാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ എൻട്രൻസ് എക്സാമിനേഷനിലും ചില സമയത്ത് ഈ ലോ എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടല്ലേ, ആ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇത് ഏത് ലോ ആണ്, അല്ലെങ്കിൽ ഈ ലോ ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസിൽ അവർ ചോദിക്കാറ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ ഓരോ ലോയിനെയും ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആ ലോ ഡിസ്കസ് ചെയ്യുക, ആ ലോ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണാറുള്ളത് ഈ ഒരു ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്നുള്ള ഈ ഒരു സെക്ഷനിൽ നിന്ന് അവർ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കണത് പ്രോബ്ലംസ് ആണ്. നമ്മൾ ഈ ഒരു ഡയറക്റ്റ് എന്താണ് ഈ ലോ, അല്ലെങ്കിൽ ഇത് ആരാണ് പ്രപ്പോസ് ചെയ്തതെന്നുള്ളതിനേക്കാളും കൂടുതൽ പ്രോബ്ലംസ് ആണ് അവർ ചോദിക്കാറ്. അപ്പോൾ ലോ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടാവണം. ആ ലോ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ക്ലിയർ ആയ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ലോയിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ 5 റൂൾസ് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി തുടങ്ങാം. യെസ്, അപ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് ലോ ആണ് നോക്കാൻ പോണേ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. യെസ്, അപ്പോൾ നമ്മുടെ വെരി ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ചിലരൊക്കെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഈ ഒരു സെക്ഷൻ ഭയങ്കര ടഫായി ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അത്ര ടഫല്ല. അതായത് ഈ ലോ എന്താണെന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റായ ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു ലോ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിൽ കറക്റ്റായി അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ സെക്ഷൻസ് ഒക്കെ ടഫായിട്ട് ഫീൽ ചെയ്യണം. പക്ഷെ ഭയങ്കര ഈസിയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി എന്നൊരു കാര്യം നമ്മൾ സ്കൂൾ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. കൺസർവേഷൻ ഓഫ് എനർജി എന്നൊരു കാര്യം നമ്മൾ സ്കൂൾ ക്ലാസ്സസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറിയിലും നമ്മൾ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജിയും നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്താണ് ഈ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുമ്പോൾ? കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുമ്പോൾ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ അല്ലേ. യെസ്, അപ്പോൾ ഇതേപോലത്തെ ഒരു കാര്യം നമ്മുടെ കെമിസ്ട്രിയുടെ സെഷൻ ആ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ മാറ്ററിൻ്റെ കാര്യം വന്നപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ഈസ് ഇൻ്റർചേഞ്ചബിൾ. മാറ്ററിന് നമുക്ക് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ചിലപ്പോൾ അത് ഫിസിക്കൽ ചേഞ്ചസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് അത് കെമിക്കൽ ചേഞ്ചസ് ആയിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഈ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ചേഞ്ചിനെ കുറിച്ചാണ്. നമുക്കറിയാം 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എലമെൻറ്റ്സ് കെമിക്കലി കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യണത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, നമ്മൾ ഒരു യൂണിവേഴ്സലായ ഒരു എക്സാമ്പിളാണ് ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ അല്ലേ. ബേസിക് ആയ ഒരു ഇക്വേഷൻ ആണ് ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ ആണ്. യെസ്, അപ്പോൾ എന്താണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എത്ര എലമെൻറ്റ്സ് വേണമെങ്കിലും ആയിക്കോട്ടെ, 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യണ സമയത്ത് ഈ എലമെൻസിൻ്റെ മാസ്, ഈ എലമെൻസിൻ്റെ മാസിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും?
ഈ പ്രോഡക്ട്സിൻ്റെ മാസിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. എല്ലാ സമയത്തും രണ്ടല്ലെങ്കിൽ അതിൽ കൂടുതൽ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. Na2SO4 അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറൊരു ഇതെടുക്കാം. NaOH പ്ലസ് H2SO4. ഓക്കെ, NaOH പ്ലസ് H2SO4 ഇങ്ങനെ രണ്ട് കോമ്പൗണ്ട്സ് റിയാക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടണത് Na2SO4 പ്ലസ് H2O ആണ്. Na2SO4 പ്ലസ് H2 ആണ്. കുറച്ച് റിയാക്റ്റൻസ് നോക്കിക്കോളൂ. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ടേംസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സാധനങ്ങൾ കെമിക്കലി കമ്പൈൻ ചെയ്ത് പുതിയ സാധനങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയണേ, നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയണം. അപ്പോൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ ഒരു രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. സോ ആ റെപ്രസെൻ്റ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ കെമിക്കൽ ഇക്വേഷൻ. നമ്മൾ അതിനെ എന്താണ് പറയുന്നത്, കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഞാനിപ്പം രണ്ട് കെമിക്കൽ ഇക്വേഷൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് കെമിക്കൽ ഇക്വേഷൻസും രണ്ട് കെമിക്കൽ റിയാക്ഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതായത് ഹൈഡ്രജനും ഓക്സിജനും കെമിക്കലി റിയാക്ട് ചെയ്ത് വാട്ടർ ഫോം ചെയ്തു, അതൊരു കെമിക്കൽ റിയാക്ഷനാണ്. ഞാൻ അതിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തേക്കണേ, ഒരു കെമിക്കൽ ഇക്വേഷനായി ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ NaOH അല്ലേ, NaOHും സൾഫ്യൂരിക് ആസിഡും കൂടെ കമ്പൈൻ ചെയ്ത് സോഡിയം സൾഫേറ്റും വാട്ടറും കൂടെയാണ് ഫോം ചെയ്യുന്നത്. ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്. ഞാൻ അതിനൊരു കെമിക്കൽ ഇക്വേഷനായി ഞാൻ അതിനെ റെപ്രസെൻ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് റിയാക്റ്റൻസ് ഉണ്ടാവും. ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് റിയാക്റ്റൻ്റ് ഉണ്ടാവും, അതേപോലെ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാവും. റിയാക്റ്റൻസ് ഉണ്ടാവും, പ്രോഡക്ട്സ് ഉണ്ടാവും. സോ എന്താണ് റിയാക്ഷൻസ്? ഏതൊക്കെ സാധനങ്ങൾ കെമിക്കലി കമ്പൈൻ ചെയ്തിട്ടാണോ പുതിയ സാധനങ്ങൾ ഉണ്ടാവണേ, അപ്പോൾ ആ കെമിക്കലി കമ്പൈൻ ചെയ്യണ ആ സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയണേ, റിയാക്റ്റൻസ് എന്ന് പറയണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് സാധനങ്ങൾ കെമിക്കലി കമ്പൈൻ ചെയ്ത് പുതിയ സാധനങ്ങൾ ഉണ്ടാവണ പുതിയ സാധനങ്ങളാണ് എന്ത്, നമ്മുടെ പ്രോഡക്ട്സ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജനും ഓക്സിജനുമാണ് എന്ത്, നമ്മുടെ റിയാക്റ്റൻസ്. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനുമാണ് നമ്മുടെ റിയാക്റ്റൻസ്. വാട്ടറാണ് എന്ത്, നമ്മുടെ പ്രോഡക്റ്റ്. മനസ്സിലായോ? വാട്ടറാണ് നമ്മുടെ പ്രോഡക്റ്റ്. നമ്മുടെ റിയാക്റ്റൻസ് ആയാലും പ്രോഡക്ട്സ് ആയാലും നമ്മൾ അതിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, ആഡ് ചെയ്താണ് എഴുതുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ട് റിയാക്റ്റൻസ് ഉണ്ട്, അതിനെ ഞാൻ പ്ലസ് സൈൻ വെച്ചാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. പ്രോഡക്ട്സും ഇവിടെ രണ്ട് പ്രോഡക്ട്സ് ഉണ്ട്, അതിനെ ഞാൻ പ്ലസ് എന്ന് പറയുന്ന സൈൻ വെച്ചാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തേക്കണേ. റിയാക്റ്റൻസിന് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും പ്രോഡക്ട്സിന് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലുമാണ് നമ്മൾ എഴുതാറ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കെമിക്കൽ ഇക്വേഷനിൽ റിയാക്റ്റൻസ് ആരാണ്, എന്താ പറയുക, NaOHും സൾഫ്യൂരിക് ആസിഡുമാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ്റെ റിയാക്റ്റൻസ്. അതേപോലെ Na2SO4 H2Oയുമാണ് എന്ത്, നമ്മുടെ രണ്ടാമത്തെ കെമിക്കൽ റിയാക്ഷൻ്റെ പ്രോഡക്ട്സ്. അപ്പോൾ ഈ ടേംസ് ഒക്കെ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ എത്ര റിയാക്റ്റൻസ് ഉണ്ടായാലും കുഴപ്പമില്ല, എത്ര പ്രോഡക്ട്സ് ഉണ്ടായാലും കുഴപ്പമില്ല, റിയാക്റ്റൻസിൻ്റെ മാസിൻ്റെ സം അല്ലേ, റിയാക്റ്റൻസിൻ്റെ മാസിൻ്റെ സം എന്ന് പറയുന്നത് പ്രോഡക്ട്സിൻ്റെ മാസിൻ്റെ സം ആയിരിക്കും. റിയാക്റ്റൻസിൻ്റെ മാസിൻ്റെ സം എന്ന് പറയുന്നത് എപ്പോഴും ഫോം ചെയ്യണ പ്രോഡക്ട്സിൻ്റെ മാസിൻ്റെ സം ആയിരിക്കും. മനസ്സിലായോ? അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഹൈഡ്രജനും ഓക്സിജനും ഇപ്പോൾ ഒരു 50 ഗ്രാം ആണ് രണ്ടിൻ്റെയും കൂടെ സമ്മേഷൻ എന്ന് വിചാരിക്കുക. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും സമ്മേഷൻ ആ റിയാക്റ്റൻസിൻ്റെ മാസിൻ്റെ സം എന്ന് പറയുന്നത് 50 ഗ്രാം ആണെന്ന് വിചാരിക്കുക. ഉണ്ടാകുന്ന പ്രോഡക്ട്സിൻ്റെ മാസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു, അതും എന്തിന് ഈക്വൽ ആയിരിക്കും? 50 ഗ്രാംസിന് ഈക്വൽ ആയിരിക്കും. ചിലപ്പോൾ ഈ റിയാക്റ്റൻസിൻ്റെ സമ്മ് ഒരുപക്ഷെ ഒരു 180 ഗ്രാം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെ മാസിൻ്റെ സമ്മും എന്തായിരിക്കും? 180 ഗ്രാം ആയിരിക്കും. പ്രോഡക്ട്സിൻ്റെ മാസിൻ്റെ സമ്മും എന്തായിരിക്കും? 180 ഗ്രാം ആയിരിക്കും. അപ്പോൾ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ദി മാസ് ഓഫ് ദി എന്താ പറയുക,
അല്ലെങ്കിൽ the total mass of the reactants is always equal to the total mass of the product. അതായത് ടോട്ടൽ മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ റിയാക്റ്റൻസിന്റെ മാസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ ആണോ കിട്ടണേ അതേ വാല്യൂ ആയിരിക്കണം നമുക്ക് പ്രോഡക്ട്സിന്റെ മാസ് ആഡ് ചെയ്യുന്ന സമയത്തും നമുക്ക് കിട്ടണം. അപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ കെമിസ്ട്രിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ് ബാലൻസിങ് എ കെമിക്കൽ ഇക്വേഷൻ. ബാലൻസിങ് എ കെമിക്കൽ ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ കെമിക്കൽ ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫർദർ ചാപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ ഫർദർ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്യണത് ഏത് ലോയുടെ ബേസിസിലാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൻ്റെ ബേസിസിലാണ് നമ്മുടെ കെമിക്കൽ ഇക്വേഷൻസ് നമ്മൾ ബാലൻസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. നമുക്കറിയാം എല്ലാ മോളിക്യൂൾസിനും അല്ലെങ്കിൽ എല്ലാ ആറ്റംസിനും അതിൻ്റേതായ ഒരു മാസ് ഉണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ മാസ്, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1 ആണ്. ഇവിടെ 2 ആറ്റം ഉണ്ട്, സോ ഇത് 2 gram ആണ്. ഇവിടെ എന്താണ്, ഒരു ഓക്സിജൻ്റെ ആറ്റത്തിൻ്റെ മാസ് 16 ആണ്. ഇവിടെ 2 ആറ്റം ഉണ്ട്, സോ 32 gram ആണ്. അപ്പോൾ 2 + 32 രണ്ടും കൂടെ കൂടി നമുക്ക് എന്താണ് കിട്ടേണ്ടത്? 34 grams ആണ് ആക്ച്വലി നമുക്ക് കിട്ടേണ്ടത്. 2 + 32 ചെയ്ത് നമുക്ക് 34 grams ആണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഓക്സിജൻ്റെ ഒരു ആറ്റമേ ഉള്ളൂ, ഇവിടെ വാട്ടറിൻ്റെ ഒരു ആറ്റമേ ഉള്ളൂ, 18 gram ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് റിയാക്റ്റൻസിൻ്റെ മാസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 34 gram അതേസമയം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മാസ് നമ്മുടെ 18 gram ആണ്. അപ്പോൾ ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് ലോയിനെ ഫോളോ ചെയ്തിട്ടില്ല? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ഇക്വേഷനെ നമ്മൾ ബാലൻസ് ചെയ്യണം. ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യും? ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ്, അതായത് റിയാക്റ്റൻ സൈഡിലുള്ള മാസും പ്രോഡക്റ്റ് സൈഡിലുള്ള മാസുകളുടെ സമ്മും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഞാനത് ഈക്വൽ ആക്കാൻ പോവുകയാണ്. നോക്കിക്കോളൂ, ഇവിടെ ഞാൻ 2H2 എന്ന് കൊടുക്കും, ഇവിടെ ഞാൻ 2H2. ഇത് നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യണമെന്നുള്ളതിൻ്റെ റൂൾസ് നമ്മൾ പഠിക്കും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. ഈക്വൽ നമ്മുടെ കെമിക്കൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ, ഈ ആരോയുടെ ലെഫ്റ്റ് സൈഡിലുള്ള മാസുകളുടെ സമ്മും ആരോയുടെ റൈറ്റ് സൈഡിലുള്ള മാസിൻ്റെ സമ്മും ഈക്വൽ ആവണം. എന്നാൽ മാത്രമേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അത് ഫോളോ ചെയ്യുള്ളൂ. എല്ലാ റിയാക്ഷൻസും എന്ത് ഫോളോ ചെയ്യും? ആക്ച്വലി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യും. അപ്പോൾ അതിനെ ഫോളോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്യണേ. ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെ 4 gram ആയി. ഹൈഡ്രജൻ 4 gram ആണ്, ഓക്സിജൻ 32 gram ആണ്. അപ്പോൾ ഇവിടെ നമുക്കിനി വാട്ടറിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് വരാം. നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് ഹൈഡ്രജൻ 4 ഉണ്ട്. 4 + 32 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36 gram ആണ്. രണ്ട് സൈഡിലും നമുക്ക് എന്താണ് കിട്ടിയത്? രണ്ട് സൈഡിലും നമുക്ക് 36 gram ആണ്. സോ ഇവിടെ എന്താ പറയുക, ഏത് ലോ ഫോളോ ചെയ്യുന്നുണ്ട്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യേണ്ട. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ എപ്പോഴും ഏത് ലോ ഫോളോ ചെയ്യും? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യും. നമ്മൾ ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്, ഈ ഒരു ലോ ആണ് നമ്മൾ യൂസ് ചെയ്യണത്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ്? ദി മാസ് അല്ലേ, മാസ് ഓഫ് റിയാക്റ്റൻസ്, ദി മാസസ് ഓഫ് റിയാക്റ്റൻസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദി ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദി ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ് ഫോംഡ് അല്ലേ. ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ റിയാക്ഷൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു ദി ടോട്ടൽ മാസ് ഓഫ് ദി പ്രോഡക്ട്സ് ഫോംഡ് ഇൻ എ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. പ്രോബ്ലംസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ നോക്കാം. നോക്കിക്കോളൂ, ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഗിവ്സ് HCl ആണ്. ഹൈഡ്രജൻ ഇവിടെ മാസ് 2 gram ആണ്. ഇവിടെ 35.5 gram ആണ് നമ്മുടെ ക്ലോറിൻ്റെ മാസ്. അപ്പോൾ 2 ആറ്റം ഉണ്ട്, സോ 71 gram എന്ന് കിട്ടും. നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ആക്ച്വലി എന്താണ്? 73 gram ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. ആക്ച്വലി എന്താണ്? 73 gram ആണ് കിട്ടേണ്ടത്. പക്ഷേ നമുക്കിവിടെ കിട്ടണത് ഒരു ഹൈഡ്രജൻ്റെ ആറ്റവും ഒരു ക്ലോറിൻ്റെ ആറ്റവും രണ്ടും കൂടെ കൂടി നമുക്ക് എന്താണുള്ളത്? 35.5 ചെയ്യുമ്പം 36.5 ആണ് നമുക്ക് കിട്ടണേ. പക്ഷേ നമുക്കിവിടെ 73 gram ആണ്. ഇതിൻ്റെ ഡബിൾ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഞാനിവിടെ എന്ത് ചെയ്തു? ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി 2HCl എന്ന് കൊടുത്തു. ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് കൊടുത്തു? 2HCl എന്ന് കൊടുത്തു. ഇപ്പം നോക്കിക്കോളൂ, 2 × 36.5
2 × 36.5 ചെയ്യുമ്പം എനിക്ക് എന്താണ് കിട്ടണേ? 73 gram ആണ് കിട്ടണേ. മനസ്സിലായല്ലോ? യെസ്. തൊട്ട് മുമ്പ് ഒരു എക്സാമ്പിൾ നോക്കിയില്ലേ, നമുക്ക് രണ്ട് കോമ്പൗണ്ട്സ് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് NaOH എന്ന് പറയുമ്പം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് H2SO4 ഗീവ്സ് സോഡിയം സൾഫേറ്റ് അല്ലേ, സോഡിയം സൾഫേറ്റ് പ്ലസ് വാട്ടർ. സോഡിയം സൾഫേറ്റ് പ്ലസ് വാട്ടർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. ബാലൻസ്ഡ് അല്ലെങ്കിൽ നമുക്ക് ബാലൻസ് ആക്കാം. നോക്കിക്കോളൂ. സോഡിയം എന്ന് പറയുന്ന ആളുടെ അറ്റോമിക് മാസ് 23 ആണ്. എങ്ങനെയാണ് നമ്മൾ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണേന്നുള്ളത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം നമുക്കിത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മാത്രം ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കാം. മോളിക്കുലർ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ ഫോർമുല മാസ് ഒക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 23 ആണ്, ഓക്സിജൻ്റെ 16 ആണ്, ഹൈഡ്രജൻ്റെ 1 ആണ്. അതേപോലെ ഇവിടെ ഹൈഡ്രജൻ 2, നമ്മുടെ സൾഫറിൻ്റെ 32 ആണ്, ഓക്സിജൻ 16 ആണ്. 16 × 4 എന്ന് പറയുമ്പോൾ 16 × 2 32 ആണ്, നമുക്ക് 64 ആണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് സം ചെയ്ത് നോക്കാം. 23 + 1 ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടും അല്ലേ. 23 + 1 ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടും. 24ൻ്റെ കൂടെ 6 ആഡ് ചെയ്താൽ നമുക്ക് 30 കിട്ടും. 30യുടെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 40 കിട്ടും. ഇവിടെ എത്രയാണ്? ഇവിടെ നമുക്ക് 32യുടെ കൂടെ 2 ആഡ് ചെയ്താൽ 34 കിട്ടും. ഓക്കെ, 34ഉം 64ഉം ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. 60 + 30 ചെയ്യുമ്പോൾ നമുക്ക് 90 കിട്ടും. ഇവിടെ കിട്ടാൻ പോണത് 98 ആണ്. സോ നമ്മുടെ റിയാക്റ്റൻസിൻ്റെ സൈഡിലുള്ള മാസ് എത്രയാണ്? 40 + 98 ദാറ്റ് ഈസ് ഈക്വൽ ടു 138 ആണ്. നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരാം. സോഡിയത്തിൻ്റെ മാസ് ഇവിടെ എന്താണ്? 46 ആണ് പ്ലസ് 32. അതേപോലെ ഇവിടെ O4 എന്താണ്? O4 64 ആണ്. അതേപോലെ വെള്ളത്തിൻ്റെ 18 gram ആണ്. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 32 + 18 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50 കിട്ടും. അതേപോലെ ഇവിടെ 6 + 4 ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. സോ 50 + 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 60 കിട്ടി. 50 + 10 ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടി. ഇവിടെ എന്താണ്? ഒരു 40 ബാക്കിയുണ്ട്, അതേപോലെ ഒരു 60 ബാക്കിയുണ്ട്. ഒരു 40 ഉണ്ട്, ഒരു 60 ഉണ്ട്, രണ്ടും ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടും. ഇവിടെ നമുക്ക് കിട്ടണത് 160 ആണ്. ഇവിടെ നമുക്ക് കിട്ടണത് എന്താണ്? 160 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 2NaOH എന്ന് കൊടുക്കാം. ഇവിടെ 2NaOH എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് 2H2O എന്നൊന്ന് കൊടുത്ത് നോക്കാം. 2H2O എന്ന് കൊടുക്കുമ്പോൾ നോക്കട്ടെ, 2 സോഡിയം ആറ്റം 4 6 2 4 6. അതേപോലെ ഹൈഡ്രജൻ 4. കറക്റ്റാണ് അല്ലേ. സൾഫർ 1 കറക്റ്റാണ്. നമുക്കിനി ഈ ഒരു മാസ് ഇവിടെ ഇപ്പം നമ്മുടെ ഈ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യണ്ടോ എന്ന് നോക്കാം. നോക്കിക്കോളൂ. നമ്മൾ കണ്ടു NaOHൻ്റെ മാസ് എന്താണ്? 40 ആണ്. അതിൻ്റെ ഡബിൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 80 കിട്ടും. 80 + 98 ചെയ്യുമ്പോൾ നമുക്ക് 178 കിട്ടും. 80 + 98 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 178 കിട്ടും. ഇവിടെ അതേപോലെ നമ്മൾ വാട്ടറിൻ്റെ കൂടെ നമ്മൾ ഒരു മോളിക്യൂൾ, ഇവിടെ നേരത്തെ ഒരു മോളിക്യൂൾ വാട്ടർ ആയിരുന്നു, ഇപ്പോൾ 2 മോളിക്യൂളായി. അപ്പോൾ എഗെയിൻ ഒരു 18 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 178 കിട്ടി. കെമിക്കൽ റിയാക്ഷൻ്റെ അല്ലെങ്കിൽ കെമിക്കൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള റിയാക്റ്റൻസിൻ്റെ മാസും അതേപോലെ റിയാക്റ്റൻസിൻ്റെ മാസും 178 gram ആണ്. പ്രോഡക്ട്സിൻ്റെ മാസുകളുടെ സമ്മും 178 gram ആണ്. അപ്പോൾ ഒരു റിയാക്ഷനിൽ എത്ര റിയാക്റ്റൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്താലും 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം അല്ലേ. അത് ചിലപ്പോൾ എലമെൻറ്റ്സ് ആയിരിക്കും, ചിലപ്പോൾ കോമ്പൗണ്ട്സ് ആയിരിക്കും, എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല. അതിൻ്റെ മാസുകളുടെ സമ്മ ആർക്ക് ഈക്വൽ ആയിരിക്കും? ഫോം ചെയ്യണ പ്രോഡക്റ്റും അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മോർ ദാൻ 1 പ്രോഡക്ട്സ് ആയിരിക്കും ഫോം ചെയ്യണത്. അങ്ങനെയാണെങ്കിലും ആ പ്രോഡക്ട്സിൻ്റെ എല്ലാറ്റിൻ്റെയും മാസിൻ്റെ സമ്മുമായി ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് സെഷനിൽ. അപ്പോൾ ഫസ്റ്റ് ലോ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി ഈ ലോനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. യെസ്, അപ്പോൾ ആ ലോ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി അതിനെ ബേസ് ചെയ്തിട്ട്
കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് NaCl react with 34.0 gram silver nitrate, 0 gram silver nitrate to produce 17 gram of sodium nitrate and 28.70 gram of silver chloride. സിൽവർ ക്ലോറൈഡ് അല്ലേ. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിച്ച് അങ്ങനെയൊന്നും നമുക്ക് സോൾവ് ചെയ്യാനില്ല. ഭയങ്കര സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ലോ ആണ് അപ്ലൈ ചെയ്യാൻ പോണത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് അപ്ലൈ ചെയ്യാൻ പോണത്. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് രണ്ട് പ്രോഡക്ട്സ് ഫോം ചെയ്യേണ്ടത്. ഇവിടുത്തെ റിയാക്റ്റൻസ് എന്താണ്? ഒന്ന് NaCl ആണ്. NaCl എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. സിമ്പിൾ നമ്മുടെ സോൾട്ട്, നമ്മുടെ ഉപ്പാണ് സോഡിയം ക്ലോറൈഡ്. NaCl എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ NaCl നമ്മുടെ സിൽവർ നൈട്രേറ്റിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുവാണ്. എന്തോരം ക്വാണ്ടിറ്റി ഓഫ് സിൽവർ നൈട്രേറ്റ് ആണ്? 34 gram ഓഫ് സിൽവർ നൈട്രേറ്റിൻ്റെ കൂടെ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് NaCl റിയാക്ട് ചെയ്യുവാണ്. റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്താണ്? ഒന്ന് സോഡിയം നൈട്രേറ്റ് ആണ്, ഒന്ന് സിൽവർ ക്ലോറൈഡ് ആണ്. ആ ഓരോന്നിൻ്റെ മാസ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തോരം NaCl ആണ് ആക്ച്വലി നമ്മുടെ സിൽവർ നൈട്രേറ്റിൻ്റെ കൂടെ റിയാക്ട് ചെയ്യേണ്ടത് ഇത്രയും സോഡിയം നൈട്രേറ്റും സിൽവർ ക്ലോറൈഡും ഫോം ചെയ്യാൻ വേണ്ടി. അപ്പോൾ NaClൻ്റെ മാസിന് ഞാൻ X എന്ന് കൺസിഡർ ചെയ്യുകയാണ്. അറിയാൻ പാടില്ലാത്തതിന് നമ്മൾ എപ്പോഴും X എന്നാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സിൽവർ നൈട്രേറ്റിൻ്റെ ഞാൻ എഴുതി 34.0 ആണ്. എനിക്കറിയാം റിയാക്റ്റൻസിൻ്റെ മാസസിൻ്റെ സമ്മ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു ദ മാസസ് ഓഫ് ദി സം ഓഫ് ദി മാസസ് ഓഫ് പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് 17 gram ആണ്, രണ്ടാമത്തത് 28.7 gram ആണ്. രണ്ടാമത്തത് 28.7 gram ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിവിടെ പറയുമ്പം ഈ 34ന് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. 17 - 34 + 28.7. 17 - 34 + 28.7. എനിക്കറിയാം 17ൽ നിന്ന് 34 കുറയ്ക്കുമ്പോൾ -17 കിട്ടും +28.7. അപ്പോൾ ആക്ച്വലി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 28.7 - 17 ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 11.7. അപ്പോൾ 11.7 gram ഓഫ് സോഡിയം ക്ലോറൈഡിൻ്റെ കൂടെ എത്ര ഗ്രാം സിൽവർ നൈട്രേറ്റ്? 34 gram സിൽവർ നൈട്രേറ്റ് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 7 gram ഓഫ് സോഡിയം നൈട്രേറ്റ് ആൻഡ് സിൽവർ ക്ലോറൈഡ് കിട്ടണം. മനസ്സിലായല്ലോ? യെസ്, സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന ലോ ആണ് നമ്മളിവിടെ. നമുക്ക് എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഇപ്പം നമുക്കറിയാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണ എല്ലാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് ഈസി ആയിട്ട് ഈ ലോയാന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സാമിനേഷനിൽ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം അത് ഏത് ലോയാന്നൊന്നും തന്നിട്ടുണ്ടാവില്ല. അപ്പം മാസിനെ കുറിച്ചാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനിൽ ഡീൽ ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇക്വേഷനെ ബാലൻസ് ചെയ്യാം, അല്ലെങ്കിൽ മാസിനെ കുറിച്ചൊക്കെയാണ് അവിടെ സംസാരിക്കുക. ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡീൽ ചെയ്യണതെങ്കിൽ അപ്പോൾ നമ്മൾ ഏത് ലോയാണ് ഫോളോ ചെയ്യുക? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് ഫോളോ ചെയ്യുന്നത്. യെസ്, four grams of hydrogen reacts with how much gram of oxygen to form 50 gram of water? To form 50 gram of water. സിമ്പിൾ ആയൊരു ക്വസ്റ്റ്യൻ ആണ്. 4 gram ഹൈഡ്രജൻ്റെ കൂടെ എത്രയോ ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 50 gram ഓഫ് വാട്ടർ കിട്ടും. സോ എക്സ് എത്ര ആണ്? 46 gram ആണല്ലേ. അപ്പം 4 gram ഹൈഡ്രജൻ്റെ കൂടെ 46 gram ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണേ? 50 gram ഓഫ് വാട്ടർ നമുക്ക് കിട്ടണേ. യെസ്,
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് sodium sulfate is formed when 33.6 gram of sodium hydroxide reacts with 96 gram of sulfuric acid. The reaction produces 30 gram of water as a byproduct. ഓക്കെ, നോക്കിക്കോളൂ. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഒരു ഇക്വേഷൻ ആണല്ലേ, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കൂടെ സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? സോഡിയം സൾഫേറ്റ് കിട്ടും. അതേപോലെ നമുക്ക് എന്ത് കിട്ടും? വാട്ടർ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ റിയാക്റ്റൻ സൈഡിൽ വരുന്നത് എന്തൊക്കെയാണ്? റിയാക്റ്റൻ സൈഡിൽ സോഡിയം ഹൈഡ്രോക്സൈഡും അതേപോലെ എന്താണ് സൾഫ്യൂരിക് ആസിഡും ആണ് വരുന്നത്. അത് രണ്ടിൻ്റെയും ക്വാണ്ടിറ്റി അവർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നമ്മുടെ റിയാക്റ്റൻ സൈഡിലുള്ള രണ്ടിൻ്റെയും ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് രണ്ട് പ്രോഡക്റ്റാണ്, ഒന്ന് വാട്ടറും ഒന്ന് സോഡിയം സൾഫേറ്റും. അതിൽ വാട്ടറിൻ്റെ അളവ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ എക്സ് ആണ്. സോ 33.6 പ്ലസ് 96 മൈനസ് 30 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. ഇവിടെ അപ്പോൾ 3.6 അല്ലേ, 33.6 നിന്ന് 30 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3.6 കിട്ടും. പ്ലസ് 96 ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? 99.6 ആണ് നമ്മുടെ ആൻസർ. 99.6 ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? യെസ്. കാൽക്കുലേഷൻസ് എപ്പോഴും നമുക്ക് എങ്ങനെ സിമ്പിളായി ചെയ്യാം എന്നുള്ളൊരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കുറേ പേര് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് രണ്ടും ആദ്യം ആഡ് ചെയ്യും. 96ഉം അതേപോലെ 33.6ഉം ആഡ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് 30 മൈനസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സെയിം ആൻസർ കിട്ടും. പക്ഷേ കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, നോക്കിക്കോളൂ, ഇവിടെ 33.6 ആണ്, ഇവിടെ 30 ആണ്. 33.6 നിന്ന് എനിക്ക് ഈസി ആയിട്ട് 30 കുറയ്ക്കാൻ പറ്റും അല്ലേ. 33.6 നിന്ന് 30 കുറയ്ക്കുമ്പോൾ എനിക്ക് 3.6 കിട്ടും. 96ൻ്റെ കൂടെ 3.6 ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. അപ്പം നമുക്കങ്ങനെ സിമ്പിളായ രീതിയിൽ നമുക്ക് എന്താ പറയുക കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു രീതി ഫോളോ ചെയ്യണതായിരിക്കും എപ്പോഴും അഡ്വൈസബിൾ. യെസ്. ഓക്കെ. Silicon dioxide which is composed of the elements silicon and oxygen contain 46.7% of silicon by mass. How much oxygen will combine with 10 gram of how much oxygen combined with silicon to form 10 gram of silicon dioxide? 10 gram of silicon dioxide. Yes. നോക്കിക്കോളൂ.
സിലിക്കൺ ഡയോക്സൈഡിൽ അതൊരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിൽ എന്തൊക്കെയുണ്ട്? സിലിക്കൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ അതിൽ അവർ എന്ത് തന്നിട്ടുണ്ട്? സിലിക്കൺ ഡയോക്സൈഡിൽ 46.7% സിലിക്കൺ ആണ്. റിമൈനിങ് എന്താണ്? റിമൈനിങ് ഓക്സിജൻ ആണ്. അങ്ങനെയെങ്കിൽ എത്ര ഗ്രാം ഓക്സിജൻ ആണ് സിലിക്കണിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുമ്പം 10 ഗ്രാം സിലിക്കൺ ഡയോക്സൈഡ് ഫോം ചെയ്യണമെന്നാണ്. നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് അവർ തന്നിട്ടുണ്ട്. ഇതിന് മുമ്പൊക്കെ നമ്മൾ ചെയ്ത പ്രോബ്ലംസിൽ അവർ റിയാക്റ്റൻസിൻ്റെ മാസ് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ മാസ് മിസ്സിംഗ് ആയിരിക്കും, അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്. ഇനി അതല്ല, ചില സമയത്ത് പ്രോഡക്ട്സിൻ്റെ മാസുകളൊക്കെ ഉണ്ടാവും, റിയാക്റ്റൻസിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഒന്ന് മിസ്സിംഗ് ആയിരിക്കും, എന്നിട്ട് അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഇവിടെ അവർ നമുക്ക് തന്നിട്ടുണ്ട്, അതായത് നമ്മളൊരു 100 ഗ്രാം പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 100ൽ എത്ര എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു 100 ഗ്രാം സിലിക്കൺ ഡയോക്സൈഡ്, SiO2 എന്ന് പറഞ്ഞാൽ സിലിക്കൺ ഡയോക്സൈഡാണ്. SiO2 എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡാണ്. 100 ഗ്രാം സിലിക്കൺ ഡയോക്സൈഡിൽ നമുക്കറിയാം തന്നിട്ടുണ്ട് 46.7 ഗ്രാം എന്താണ്? സിലിക്കൺ ആണ്. റിമൈനിങ് ആണ് ഓക്സിജൻ. അപ്പോൾ റിമൈനിങ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 3 കിട്ടും. 3.35 അല്ലേ? അപ്പോൾ 53.3 ഗ്രാം ആണ് എന്ത്? ഓക്സിജൻ. ഏതിൽ? 100 ഗ്രാം സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ 100 ഗ്രാം സിലിക്കൺ ഡയോക്സൈഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ 47.6 ഗ്രാം സിലിക്കൺ ആയിരിക്കും ബൈ മാസ്. 53.3 ഗ്രാം എന്തായിരിക്കും? ഓക്സിജൻ ആയിരിക്കും. നമുക്ക് ആവശ്യം എന്താണ്? നമുക്ക് ആവശ്യം 10 ഗ്രാം സിലിക്കൺ ഡയോക്സൈഡാണ്. നമുക്ക് ആവശ്യം 10 ഗ്രാം സിലിക്കൺ ഡയോക്സൈഡാണ്. അപ്പം 100 ഗ്രാമിൽ 47.7 ഗ്രാമും 53.3 ഗ്രാമും സിലിക്കണും ഓക്സിജനുമാണ് ഉണ്ടാവേണ്ടതെങ്കിൽ 10 ഗ്രാമിൽ എന്തായിരിക്കും? നമ്മുടെ 100 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോഴാണ് നമുക്ക് 10 ഗ്രാം കിട്ടണം. അപ്പോൾ ഇത് ഓരോന്നിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 10 ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യുമ്പം 4.67 ഗ്രാം സിലിക്കണിൻ്റെ കൂടെ 5.33 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണേ? 10 ഗ്രാം സിലിക്കൺ കിട്ടണേ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷനിൽ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് അല്ല ചോദിക്കുക, കൂടുതലും ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ ബേസ് ചെയ്ത് ചോദിക്കുക. എന്താണ് നമ്മുടെ ഈ ഒരു ഇതിൽ തന്നിട്ടുള്ളത്? അതായത് ബൈ മാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ എന്താ പറയുക, യെസ്, ബൈ മാസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിൽ 47.7% എന്തായിരിക്കും? സിലിക്കൺ ആയിരിക്കും. റിമൈനിങ് ഓക്സിജൻ ആയിരിക്കും. അങ്ങനെയെങ്കിൽ 10 ഗ്രാം ഓഫ് 10 ഗ്രാം ഓഫ് സിലിക്കൺ ഡയോക്സൈഡ് ഫോം ചെയ്യാൻ വേണ്ടി എത്ര ഓക്സിജൻ ആണ് സിലിക്കണിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യേണ്ടത്? അപ്പോൾ 100 ഗ്രാമിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. 100 ഗ്രാം സിലിക്കൺ ഡയോക്സൈഡ് എടുത്താൽ 47.6 ഗ്രാം സിലിക്കൺ ആയിരിക്കും, 53.3 ഗ്രാം ഓക്സിജൻ ആയിരിക്കും. അങ്ങനെയെങ്കിൽ 10 ഗ്രാം എന്ന് പറയുമ്പോൾ 100 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോഴാണ് നമുക്ക് 10 കിട്ടണത്. ഓരോ വാല്യൂസിൻ്റെ കൂടെയും 10 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 ഗ്രാമിൽ അതിൻ്റെ അളവ് എന്താണെന്ന് കിട്ടും. മനസ്സിലായല്ലോ? യെസ്. Okay. A 16.8 gram thin strip of iron is immersed in a solution containing 22 gram of copper sulfate and copper begins to
form. The weight of iron strip remaining was 9 gram. Remaining was 9 gram. The mass of copper is discovered to be 10 gram. How much iron sulfate was formed? How much iron sulfate was formed? Okay. അപ്പോൾ എന്താണ് നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്താണ്? ഒരു ബീക്കറിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്തു? അയൺ സ്ട്രിപ്പ് നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ അയൺ സ്ട്രിപ്പ് നമ്മൾ കോപ്പർ സൾഫേറ്റ് നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത് കഴിയുമ്പം അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നു തുടങ്ങി. എ സർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് കോപ്പർ ഫോം ചെയ്തു, എ സർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് അയൺ സൾഫേറ്റ് ഫോം ചെയ്തു. എ സർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് കോപ്പർ ഫോം ചെയ്തു, എ സർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് അയൺ സൾഫേറ്റ് ഫോം ചെയ്തു. എത്ര ക്വാണ്ടിറ്റി കോപ്പർ ഫോം ചെയ്തു എന്ന് നമുക്ക് അവരിവിടെ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? അയൺ സൾഫേറ്റ് എത്ര ഫോമായി എന്നാണ്. നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ കോപ്പർ സൊല്യൂഷൻ, നമുക്കിവിടെ റിയാക്റ്റൻസ് നോക്കാം. റിയാക്റ്റൻസ് ഒന്ന് കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷനാണ്. എത്ര ഗ്രാം ഉണ്ട്? 22 ഗ്രാം ഉണ്ട്. പിന്നെ രണ്ടാമത്തെ റിയാക്റ്റൻ്റ് ആരാണ്? രണ്ടാമത്തെ റിയാക്റ്റൻ്റ് നമ്മുടെ അയൺ സ്ട്രിപ്പാണ്. അയൺ സ്ട്രിപ്പാണ് രണ്ടാമത്തെ റിയാക്റ്റൻ്റ്. അതിൻ്റെ മാസ് എന്താണ്? 16.8 ഗ്രാം ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ റിയാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ കയ്യിൽ 9 ഗ്രാം റിയാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ 9 ഗ്രാം അയൺ സ്ട്രിപ്പ് ബാക്കിയുണ്ട്. അപ്പോൾ ആക്ച്വലി റിയാക്ഷനിൽ പങ്കെടുത്ത അയൺ സ്ട്രിപ്പിൻ്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? ശരിക്കും ഉണ്ടായിരുന്ന അയൺ സ്ട്രിപ്പിൻ്റെ മാസിൽ നിന്ന് റിമൈനിങ് മാസ് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ, റിമൈനിങ് ഉണ്ടായിരുന്ന ആ മാസ് നമ്മൾ മൈനസ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി റിയാക്ഷനിൽ പങ്കെടുത്ത ആളുടെ മാസ് നമുക്ക് കിട്ടണേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഗ്രാം പ്ലസ് സം വാല്യൂ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ മാത്തമാറ്റിക്കലായി റെപ്രസെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഈസി ആയി. 22-ൽ നിന്ന് 22യുടെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? 7.8 ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ? യെസ്, 7.8 ആണ് ആഡ് ചെയ്യേണ്ടത്. 10 ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് കിട്ടും. അപ്പോൾ 22 ഗ്രാമിൽ നിന്ന് 10 പോയാൽ നമുക്ക് എന്ത് കിട്ടും? 12 ഗ്രാം കിട്ടും. 12 ഗ്രാമിൻ്റെ കൂടെ 7.8 ആഡ് ചെയ്യുമ്പം 19.8 ഗ്രാം ആണ് നമുക്ക് കിട്ടണേ. സോ എത്ര ക്വാണ്ടിറ്റി അയൺ സൾഫേറ്റ് ആണ് ഫോം ചെയ്തത്? 19.8 ഗ്രാം ഓഫ് അയൺ സൾഫേറ്റ് ആണ് ഫോം ചെയ്തത്. കുറേ പിള്ളേർ എന്ത് ചെയ്യും? ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യാൻ മറന്നു. മറക്കും. ദ വെയിറ്റ് ഓഫ് അയൺ സ്ട്രിപ്പ് റിമൈനിങ് വാസ് 9 ഗ്രാം എന്നുള്ള ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യില്ല. അതിന് പകരം എന്ത് ചെയ്യും? 16.8 ഇട്ട് തന്നെ ചെയ്യും. നിങ്ങളുടെ ഓപ്ഷൻസിൽ നോക്കിക്കോളൂ. 9 ഗ്രാം കൺസിഡർ ചെയ്ത് കിട്ടുന്ന ആൻസറും ഉണ്ടാവും, 9 ഗ്രാം കൺസിഡർ ചെയ്യാണ്ട് കിട്ടുന്ന ആൻസറും ഉണ്ടാവും. കാരണം ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം സ്റ്റുഡൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വായിച്ച് വരും, ചില കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് എന്താ പറയുക ശ്രദ്ധിക്കാതെ വിടും. സോ ആ രീതിയിലുള്ളൊരു പോയിൻ്റാണിത്. വെയിറ്റ് ഓഫ് അയൺ സ്ട്രിപ്പ് ഇടയ്ക്കുള്ളൊരു പോയിൻ്റ് ആണല്ലേ. ഒരു വലിയൊരു എസ്സേ പോലത്തെ ഒരു ക്വസ്റ്റ്യനിൽ ചില സമയത്ത് ഇടയ്ക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് നമ്മൾ വിട്ടുപോകും. മനസ്സിലായല്ലോ? സോ ഓരോ പോയിന്റും നമ്മൾ ശ്രദ്ധിക്കണം. So yes, that's all about law of conservation of mass. Okay. അപ്പോൾ എന്താണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആരാണ് പ്രപ്പോസ് ചെയ്തത്?
ആന്റണി ലവോസിയർ എന്ന് പറയുന്ന ആളാണ്. ആന്റണി ലവോസിയർ എന്ന് പറയുന്ന ആളാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രപ്പോസ് ചെയ്ത് 1789 ആ പുള്ളി ഈ ലോ പ്രപ്പോസ് ചെയ്തത്. എന്താണ് ഈ ലോ എന്ന് പറയുന്നത്? ഒരു റിയാക്ഷനിൽ റിയാക്റ്റൻസിൻ്റെ മാസിൻ്റെ സം അല്ലെ, ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും പ്രോഡക്ട്സിൻ്റെ മാസിൻ്റെ സമ്മുമായിട്ട് ഈക്വൽ ആയിരിക്കും. സോ അതാണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ലോ നോക്കാം. നെക്സ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ. യെസ്.